അംഗൻവാടിയിൽ ബിരിയാണി വരുമോ എന്ന ആവശ്യമുണ്ടായിരുന്നു നേരത്തെ ശംഖുവിൻ്റെ ഭാഗത്ത് നിന്ന്. നമ്മൾ ശംഖുവിനെ നേരത്തെ പരിചയപ്പെട്ടതാണ്. ആ വിഷയത്തിൽ ഇടപെട്ട മന്ത്രി വീണ ജോർജിന് ശംഖു നന്ദി പറയുകയാണ്. വാർത്ത മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ 24-നും നന്ദി പറയുകയാണ് ശംഖു. വിവരങ്ങളുമായി അരുൺ രാജ് ഉണ്ട് കൊല്ലത്ത്. അരുൺ തന്നെയാണ് ഇത്തരത്തിൽ ഈ ശംഖുവിനെ നമ്മളിലേക്ക് എത്തിച്ചതും ശംഖുവിന്റെ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും. എന്തായാലും അരുൺ, എങ്ങനെയാണ് ശംഖു പ്രതികരിക്കുന്നത്? നമുക്ക് വലിയ സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ, ശംഖുവിനെ കാണുമ്പോൾ. എങ്ങനെയാണ് പ്രതികരണം? തീർച്ചയായും ശംഖുവിനെ തേടിയുള്ള യാത്ര അത് തൊട്ട് ഈ സമയം വരെ അത് വല്ലാത്ത മനസ്സിൽ വലിയ കുളിരി തോരുന്ന ഒരു അനുഭവമാണ്. കാരണം അവിടെ എത്തുമ്പോൾ നിഷ്കളങ്കനായ ഒരു 3 വയസ്സുകാരന്റെ ചോദ്യം, അത് ഒരു ബിരിയാണിയും പൊരിച്ച കോഴിയും അത് വേണമെന്നുള്ളതാണ്. അവൻ എപ്പോഴോ കഴിച്ച ഒരു ഓർമ്മയാണ്. ആ ഓർമ്മയിൽ നിന്ന് അവനതിന്റെ സ്വാദ് മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുന്നു. അത് തന്റെ കൂട്ടുകാർക്കും കൂടി വേണം എന്നുള്ള ആവശ്യമാണ് ശംഖു മുന്നോട്ട് വെച്ചത്. ഒടുവിൽ 24-ലൂടെ അത് 10 ലക്ഷം പേർ കണ്ടു. അതിലൊരു ആളായി മന്ത്രി വീണ ജോർജും മാറുന്നു. ആ വിഷയത്തിൽ ഇന്ന് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകുന്നു. അംഗനവാടികളിൽ ഈ ഭക്ഷണ മെനു പരിഷ്കരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും എന്ന കാര്യമാണ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ മന്ത്രി ഇക്കാര്യത്തിൽ ശംഖുവിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന കാര്യം നമ്മൾ നമ്മുടെ പ്രാദേശിക ലേഖൻ മുഖേന അറിയിച്ചത്. ആ അറിയിച്ച ഘട്ടത്തിൽ ശംഖുവിന്റെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. വളരെ സന്തോഷം, നമുക്കും അതുപോലെ തന്നെ മന്ത്രിക്കും 1000 നന്ദി ശംഖു പറയുന്നുണ്ട്. അതോടൊപ്പം ശംഖുവിന് 24-ന്റെ വക, ആ ശംഖുവിനും ശംഖുവിന്റെ കൂട്ടുകാർക്കും അംഗനവാടിയിലെ എല്ലാ കുട്ടികൾക്കും നമ്മുടെ വക ഒരു ദിവസം ബിരിയാണി കൂടി നമ്മൾ ഇപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ നമ്മൾ തീരുമാനിച്ചതാണ്. എന്തായാലും ആ കുട്ടികളുടെ ആവശ്യം ഒരു നേരമെങ്കിൽ ബിരിയാണി, അത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ബിരിയാണി വരണം. അരുൺ, ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നേ, അരുൺ ഈ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴെങ്കിലും ശംഖുവിന് ഒരു ബിരിയാണി മേടിച്ച് കൊടുത്തുവിടായിരുന്നു. അരുൺ മേടിച്ച് കൊടുത്തിരുന്നു. എന്റെ ഒരു സംശയം ചോദിക്കാണ് കേട്ടോ. നമ്മൾ ഈ അംഗനവാടിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഞാനാണ്, പക്ഷെ അവിടെ എത്ര കുട്ടികളുണ്ട്, മറ്റൊന്ന് ഈ കുട്ടികളാണ്, അവർക്ക് ആഹാരം മേടിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ഇത് രണ്ടും ഉണ്ടാകുന്ന വിഷയങ്ങൾ കൊണ്ടാണ് ഇത് ചെയ്യാതെ പോയത്. കാരണം അംഗനവാടിയിൽ അമ്മമാരുടെ അടക്കം സ്വാഭാവികമായ സമ്മതം വേണം. ഇത് രണ്ടുള്ള 2 ക്രൈറ്റീരിയ അവിടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്യാഞ്ഞത്. അതുകൊണ്ട് നമ്മളിപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. അതിനുള്ള പൈസ അംഗനവാടിയിലെ ടീച്ചർക്ക് 10 കുട്ടികൾക്കുള്ള അംഗനവാടിയിൽ ടീച്ചർ കൊടുത്തിരിക്കും, യാതൊരു സംശയവുമില്ല. ശരി, എന്റെ കുറച്ച് മുട്ടായും അവർക്ക് എല്ലാവർക്കും കേട്ടോ. അപ്പൊ അരുണിന്റെ മുഖത്ത് ആ സന്തോഷം കണ്ട, ആ കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കത അത് നമ്മുടെ മുഖത്തേക്കും കൂടെ വരുന്നുണ്ട്. നന്നായി അരുൺ, എന്തായാലും സന്തോഷം. നമ്മുടെ വാർത്താ സംഘമാണ് അതിൽ ഈ പ്രേക്ഷകരിലേക്ക് ശംഖുവിനെ എത്തിച്ചതെന്നുള്ള സന്തോഷമുണ്ട്. എന്തായാലും ശംഖുവാണ് ഇന്നത്തെ പരിപാടി. എത്ര ദിവസമായി അവനിങ്ങനെ നിറഞ്ഞു നിൽക്കുക. എന്റെ ഹൃദയത്തിലൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ ഭയങ്കര സ്നേഹം തോന്നും. ബിരിയാണി ശരിക്കും പറയാം, ഇനി തുടങ്ങി ബിരിയാണി അല്ല, ബിരിയാണി എന്ന് നിഴൽ നീങ്ങി നിമിഷത്തിൽ നറുനിലാവൊലുന്ന നിലയല്ലോ നിർമ്മല ബാല്യകാലം. അതാണ് ആ കാണുന്നത് അല്ലേ. സ്മിതയുടെ ഒരു കവിതയുമായി. അപ്പൊ അത് കേൾക്കണം എന്ന് പറഞ്ഞ പ്രേക്ഷകർക്ക് സന്തോഷമായിട്ടുണ്ടെന്ന് വിചാരിക്കും.